ഒക്കെ ഹാക്കോർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഒരു ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചു. ഇവിടെ ടൈൽ വെക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കൺസീൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. അപ്പോൾ ട്രാപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ ക്ലോസറ്റ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതിലെ കട്ടിങ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോസറ്റിലേക്ക് പിന്നീട് ഡയറക്റ്റ് വീഴാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ കട്ടിങ് ഇട്ടത്. പിന്നെ വാട്ടർ ടാപ്പിൻ്റെ കണക്ഷനോ കാര്യങ്ങളോ അതിനുള്ള കട്ടിങ് നമ്മളിപ്പോൾ എടുത്തിട്ടില്ല. എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലോസറ്റ് വെച്ചതിൽ നിന്ന് 18 ഇഞ്ച് ഹൈറ്റ് കണക്കാക്കിയിട്ട് ഞാനത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സൗകര്യമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സിമെൻറ്റിൽ വെക്കുന്നത്, പിന്നീട് മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടല്ലേ എന്ന്. അപ്പോൾ മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടാണ്, പക്ഷേ അതിനെക്കാട്ടി വലിയ കാര്യമാണ് നമ്മൾ ഈ സൈഡിലുള്ള മരങ്ങളിലുള്ള വേരൊക്കെ കയറി വന്നിട്ട് ഈ ടൈല് പൊങ്ങിപ്പോയിട്ടുണ്ട്. ക്ലോസറ്റ് വരെ പൊങ്ങിപ്പോയ സ്ഥലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഒരിക്കലും നമുക്ക് ടൈല് ഈ ക്ലോസറ്റുമായിട്ട് ചേർത്ത് ചെയ്യാൻ കഴിയില്ല. ചെറിയൊരു ജോയിൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് വലിയൊരു പണം മുടക്കുന്നതിലും നല്ലത് ഒരു ചാക്ക് സിമെൻറ്റ് വാങ്ങിയിട്ട് ഇത് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് പരമാവധി എപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യൽ. അപ്പോൾ പൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത് നമ്മൾ ആദ്യമേ ഇവിടെ ഈ ഹോൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഈ പൂഴി അകത്തേക്ക് പോകണ്ടെന്നുള്ളത് എനിക്ക്. അപ്പോൾ അതിൻ്റെ നിന്ന് നമ്മൾ റബ്ബർ ബുഷ് ഇട്ടതിന് ശേഷം റബ്ബർ ബുഷിൽ നിന്ന് 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ് എടുക്കും. 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ട് നമ്മളിത് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.20 വരെയൊക്കെ 1.30 വരെയൊക്കെ മാക്സിമം നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പ്രഷർ കുറയാനുള്ള സാധ്യതയുണ്ട്. ഞാനേതായാലും ഇപ്പോൾ അത്ര സെറ്റ് ചെയ്യുന്നില്ല, ഒരു 80 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ റബ്ബർ ബുഷ് ഇതിൽ കയറ്റി കൊടുക്കും. അതിന് ശേഷം നമ്മൾ പൈപ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബെൻഡ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഷോർട്ടായിട്ടുള്ള ബെൻഡ് തന്നെ കിട്ടും. ഷോർട്ട് ബെൻഡ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും, അത് തന്നെ വാങ്ങും. അല്ലാതെ നമ്മൾ നോർമൽ ബെൻഡ് വാങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതിൻ്റെ ബെൻഡിൻ്റെ ലെങ്ത്തും അതിൻ്റെ ആ ഒരു കർവൊക്കെ കൂടുതലുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് കുറച്ചുകൂടി ആഴത്തിൽ കട്ട് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചൊരു എൽബോ ഇടാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ വാങ്ങുന്ന സമയത്ത് ഷോർട്ട് ബെൻഡ് വാങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ എൽബോ വാങ്ങിയാലും പ്രശ്നമില്ല, അത് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു 80 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഇതിൻ്റെ ടോപ്പ് ഹൈറ്റ് വെക്കുന്നത് ബെൻഡിൻ്റെ. അപ്പോൾ 4 ഫീറ്റിലാണ് ടൈല് വരുമോ. പരമാവധി ടൈലിൻ്റെ അകത്തേക്ക് തന്നെ വരുന്ന വിധത്തിൽ കവറാവുന്ന വിധത്തിലാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മാക്സിമം ടോപ്പിലായിട്ട് ഡ്രിൽ ചെയ്യേണ്ടി വരും. എന്തായാലും കുറച്ചുകൂടി താഴ്ത്തി വെച്ചാൽ നല്ലതാണ്, പക്ഷേ അധികം താഴ്ത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ എണീക്കുന്ന സമയത്ത് ബാക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ഏതായാലും 80 സെൻറ്റിമീറ്ററിൽ തന്നെയാണ് വെക്കുന്നത്. എല്ലാത്തിലും സോൾവെന്റ് ഉപയോഗിക്കണം. വെള്ളത്തിൻ്റെ ആയതുകൊണ്ട് ഫ്ലഷ് അടിക്കുന്ന സമയത്ത് വെള്ളം വരും. എന്നാലും ഇൻ കേസ് ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചുമരിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പരമാവധി ഇത് സ്ട്രൈറ്റ് ആക്കിയിട്ട് നിർത്തും. ഇത് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഷ് ടാങ്ക് ഇടുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നമ്മൾ 2 വേ ടാപ്പ് ഉള്ള ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഹെൽത്ത് പോസ്റ്റും അതുപോലെ തന്നെ ടാപ്പും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നേരെ ഇങ്ങനെ ലൈൻ വന്ന് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു എൽബോട്ട് പോക്കിയിട്ട് നമ്മൾ ആ ഒരു ഫ്ലഷ് ടാങ്കിന് ആവശ്യത്തിനായിട്ടുള്ള ഒരു ലൈനും കൂടി അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ പോക്ക് സെറ്റ് ചെയ്ത് അവിടുന്ന് ഫ്ലഷ് ടാങ്കിലേക്കുള്ള ഒരു 18 ഇഞ്ചിൻ്റെ ലൈനും കണക്ഷൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക. ഇത്രയാണ് നമുക്ക് കൺസീൽ ചെയ്യുന്ന സമയത്ത് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഒരു ബാക്കി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈൽ വെക്കണം. ബാക്കി അപ്പോൾ നമുക്ക് ടൈൽ വെച്ചതിന് ശേഷം കാണും. അപ്പോൾ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ സാധാരണ വരുന്ന ടൈപ്പ് സിംഗിൾ പീസ് സിസ്റ്റാണ്ട് വരുന്ന പോലത്തെ സിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹാഫ് ഫ്ലഷും ഫുൾ ഫ്ലഷെല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. നമ്മൾ സാധാരണ നോർമൽ ടാങ്കിന് സൈഡിൽ ഒരു ലിവർ ടൈപ്പാണ് കണ്ടുവരല്. അപ്പോൾ ടാങ്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാങ്ക് തന്നെയാണ്. പക്ഷെ ഇതിൽ വന്നിട്ടുള്ള പൈപ്പ് വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു PVC പൈപ്പ് 1.25 ഇഞ്ച് ഇട്ട് കൺസീൽഡ് ചെയ്തത്. ഇത് സാധാരണ പ്ലാസ്റ്റിക്, അത് മാത്രമല്ല ഇതിൻ്റെ ജോയിൻ്റ് സംഭവങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അതൊക്കെ ലീക്കാവാനുള്ള സാധ്യതയുണ്ട്, വലിയ ടൈറ്റൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയിട്ട് PVC കൺസീൽഡ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല ഇത് ഹൈറ്റും കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ ഇതിൽ എയർ ഫ്രഷ്നർ വെക്കാനുള്ളൊരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കമ്പനി ഒരു എയർ ഫ്രഷ്നർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയാണ് ടാങ്കിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഞാനിത് സെറ്റാക്കാൻ വേണ്ടി പോയി. സെറ്റാക്കുന്ന സമയത്ത് കാര്യമായിട്ട് ശ്രദ്ധിക്കാമെന്നില്ല. ഞാനിത് പൈപ്പും എൽബോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി വാട്ടർ കണക്ഷനും ഒക്കെ കൊടുത്തതാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഭാഗം ഡയറക്റ്റ് എൽബോയിലേക്ക് വരുന്ന വിധത്തിലാണ് സെറ്റാക്കുന്നത്. കമ്പനിയുടെ ആ ഒരു എൽബോയിലേക്ക് കൊടുക്കുന്ന സമയത്ത് ലൂസ് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു പൈപ്പുമായിട്ട് മാച്ചിങ് വരുന്നില്ല. ഹൈറ്റിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ അത് ഒഴിവാക്കിയത്.
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക സ്പീഡ് ലെവൽ. അപ്പോൾ മാർക്കിങ്ങെല്ലാം വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ സ്പീഡ് ലെവലിലൂടെ വെക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്തെ കൂടി മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ നമ്മൾ വരുന്നത് മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടലുണ്ട്. ഇതിന് അതൊരു ഗുണം തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തെ കൂടി പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡ്രില്ലടിക്കുകയാണ് 5-ൻ്റെ പ്ലഗ് വെച്ച് കൊടുക്കുന്നത്. ഇത് ബോട്ടം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ആവാൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ സ്ക്രൂവിന് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഗമ്മിടുന്നില്ല. സംഭവം നമ്മൾ വാട്ടർ കണക്ഷൻ ചെയ്തില്ല. പുറമെ ടാങ്കൊക്കെ സെറ്റാക്കാണ്ട് അത്രേ. അപ്പം ജസ്റ്റ് ഇന്ന് കുളത്തി വെച്ചിട്ട് ഇതിൽ ഞാൻ വെള്ളം വെച്ചിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സ്ക്രൂ ഹെഡ് പുറത്തേക്ക് വരുന്ന ലെവലിലൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സംഭവം സെറ്റായി. ഞാനിപ്പോൾ വാട്ടർ കണക്ഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ആംഗിൾ കോക്ക് സെറ്റ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ ഐലോൺ കണക്ഷൻ എടുക്കാണ്ട്. അപ്പോൾ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാങ്കിൻ്റെ ആദ്യം വാങ്ങിയതിന് ശേഷം തന്നെ ചെയ്യും. അപ്പോൾ ഒരു ബുഷ് കിട്ടും. ആ ബുഷ് നമുക്ക് ആ ഒരു ക്ലോസറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് വെള്ളത്തിൻ്റെ സൈഡൊന്നും ഒരിക്കലും മാറിപ്പോകില്ല. നമ്മൾ ഈ ഒരു ഭാഗത്താണ് വരുന്നുണ്ടെങ്കിൽ ആംഗിൾ കോക്ക് ഇപ്പുറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പോകായിരിക്കും. അതൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഏതായാലും ഇതിൽ വെള്ളം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് ഇടാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഒന്ന് ഫ്ലഷ് ചെയ്യണം. അത്യാവശ്യം നല്ല പ്രഷർ തന്നെ ഉണ്ട്. നമുക്ക് വേസ്റ്റ് പോകാൻ വേണ്ടി ധാരാളം തന്നെ മതിയാവും. അപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് വെക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിലും നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. അത്രയും ക്ലീൻ ചെയ്തിട്ട് കവറിങ് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ടൈൽ വെക്കുന്നവർ കെയർലെസ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഈ സിമെൻറ്റ് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആസിഡിട്ട് ക്ലീൻ ചെയ്താൽ പോകും. ഞാനിപ്പോൾ മെനക്കെടുന്നില്ല. ഏതായാലും സ്ക്രാച്ചസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ കൺസീൽഡ് വെക്കാൻ വേണ്ടി പറ്റും. കൺസീൽഡിൻ്റെ പ്രശ്നം ഈ മെയിൻ്റനൻസ് ആണ്. ഇത് കൂടുതലും കുട്ടികൾ യൂസ് ചെയ്യാനുള്ള സാധ്യത ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ടൈപ്പ് തന്നെ വെച്ചിട്ടുള്ളത്. കൺസീൽഡ് ആകുമ്പോൾ കുറച്ച് പ്രൈസും കൂടുതലാണ്. നമുക്കിത് ഏകദേശം ഒരു 1200-1300 രൂപക്ക് കിട്ടും. അപ്പോൾ ഈസിയാണ്, സെറ്റിംഗ് ഈസിയാണ്, നമുക്ക് മെയിൻ്റനൻസ് ഈസിയാണ്, റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതും ഈസിയാണ്. പിന്നെ നമുക്ക് ഈ ഒരു എൽബോ ഞാൻ വൈറ്റ് കളറിന് തന്നെ നോക്കി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു PVCയുടെ ഈ ഒരു സാധാരണ വരുന്ന ആ ഒരു കളർ ഗ്രേ കളർ തന്നെ ഉപയോഗിച്ചത്. പിന്നെ ടാങ്കിനെ പറ്റി പറയുന്നതാണെങ്കിൽ 14 ലിറ്ററോളം കപ്പാസിറ്റി ഉണ്ട്. 14 ലിറ്റർ നമ്മൾ ആ ഒരു സിസ്റ്ററിൻ്റെ താഴോട്ട് കപ്പാസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് കവർ ചെയ്താണെങ്കിൽ ഏകദേശം 16 ലിറ്ററിന് മുകളിൽ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാഫ് ഫ്ലഷും ഫുൾ ഫ്ലഷും വെക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ നോർമലി വരുന്ന ഒരു ലിവർ ഉണ്ടാവുക, അത് പകുതി പോയി കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ആക്കണം. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഹാഫ് ഫ്ലഷ് വേണമെങ്കിൽ ഹാഫ് ഫ്ലഷ് ഉപയോഗിക്കാം, ഫുള്ള് വേണമെങ്കിൽ ഫുൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി പറ്റും. ശരിക്ക് യൂറിൻ പാസ് ചെയ്തൊക്കെ ആണെങ്കിൽ ഒരു 4-5 ലിറ്ററിൽ സെറ്റ് ചെയ്താൽ മതി. നമുക്ക് 14 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടും സൗകര്യമായിരിക്കും. അതുപോലെ തന്നെ എയർ ഫ്രഷർ വെക്കാനുള്ള ഒരു സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു എയർ ഫ്രഷർ വന്നിട്ടുണ്ട്. അത് തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നില്ല. അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ വലിയ ആൾക്ക് ഇറക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും നൈഫോ ഉപയോഗിച്ചിട്ട് ഇത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ അളവിലുള്ളതിന് വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് റീഫിൽ ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ ഒരു കോമൺ സൈസിലുള്ളതോ അല്ലെങ്കിൽ കുറച്ച് വലിയ സൈസാക്കിയിട്ട് വരുന്ന ടൈപ്പോ കുറച്ചുകൂടി ഉപകാരമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്ലഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ തോന്നുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.